എല്ലാവർക്കും പുതിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഈ പാവയ്ക്ക നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെയിലത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം അത് അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമ്മൾ കടുമാങ്ങ നമ്മൾ എടുത്തില്ലേ, അതുപോലെയാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ കടുക് ഇതിലേക്ക് വറുത്തെടുക്കാൻ പോവുകയാണ്. കടുകും അതുപോലെ തന്നെ ഉലുവ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതി. 4 സ്പൂണോളം ഉലുവ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉണക്കമുളകും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിലിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇത് മൂത്ത് വരട്ടെ. നമ്മൾ ഈ പരുവമാകുമ്പോൾ ഇതങ്ങ് കോരി മാറ്റുവാണ്. നമ്മൾ ഇനി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. നല്ലെണ്ണയോ അതുപോലെ തന്നെ കുറച്ച് നാളെ ഉള്ളെങ്കിൽ വെളിച്ചെണ്ണ ആയാലും എടുത്താൽ കുഴപ്പമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ വീണ്ടും ഒന്ന് കടുക് താളിക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് ഇടുവാണ്. ആ എണ്ണയിലേക്ക് ഒരു കട്ടക്കായം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. പിന്നീട് ചേർത്താൽ മതി. ഇത് ഈ കട്ടക്കായ ആയതുകൊണ്ട് നമ്മളിതൊന്ന് വറുത്തെടുത്ത് പൊടിക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇതെല്ലാം ഇട്ട് നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ആദ്യം വറുത്ത് വെച്ച് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കടുകും ഉലുവയും മുളകും കൂടി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. അതെ, നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടിച്ച മസാല അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ കടുക് ഉലുവയും നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഈ പാവയ്ക്ക അവിടെ ഇടാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് പാവയ്ക്ക ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്താൽ മതി. പാവയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല ചുമന്ന കളറിലിരിക്കും. ഇതിപ്പോൾ നമ്മൾ വറുത്ത മുളകായതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചൊന്ന് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്തില്ല. ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ നിന്നൊരു വ്യത്യസ്തതയില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.